അഫീനെ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാൻ പോയ വഴി വേറെ എങ്ങടങ്ങാണ്ട് പോയിട്ട് വരുന്നതാണ് കേട്ടോ ഉമ്മച്ചി അത്തച്ചിയും കൂടിയിട്ട് ഈ വെയിലത്ത്. പിന്നെ ഞങ്ങൾ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് നിധിമോളെ ഉറക്കി അത്തച്ചിനെ ഏൽപ്പിച്ചിട്ട് ഞാനും ഉമ്മച്ചിയും കൂടിയിട്ട് നമ്മുടെ ഇവിടെ അടുത്തുള്ള കവല വരെ പോകുന്നതാണ് കേട്ടോ. നടന്നാണ് പോകുന്നത്. ഉടുമ്പന്നൂർക്ക് പോകാൻ ഉള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് അഫി വന്നു കേട്ടോ. എക്സാം ആയതുകൊണ്ട് ഉച്ചവരെ ഉള്ളൂ. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒരുങ്ങി യാത്രയായി അമ്മായിയുടെ വീട്ടിൽ പോകാൻ കേട്ടോ. ഇടമറുകിൽ അമ്മായിനെ മാമാനെ കണ്ടിട്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ അതുകൊണ്ടിട്ട് പോകുന്നതാണ്. വണ്ടിയിൽ വെച്ച് നിധിമോൾ നല്ല ഉറക്കമായിരുന്നു. വീട്ടിലെത്തി കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവൾ എഴുന്നേൽക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ചക്കപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് അടയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇടനേല പറിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി. അങ്ങനെ അതെല്ലാം കൂടി അതിൽ നിന്ന് റെഡിയാക്കി എടുത്തിട്ട് ഈ കൂട്ടിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മാമ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഈ അഫി ഉണ്ടല്ലോ കോലുമിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നിധിയാണെങ്കിൽ അതിൽ പിടിച്ച് വലിയോട് വലിയാണ്. അവൻ എന്ത് ചെയ്താൽ വിട്ടു കൊടുക്കുന്നുമില്ല. ലാസ്റ്റ് അത് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സവോള എടുക്കാൻ പോകുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പപ്പായ ഷേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.